ഹായ്, അസ്സാം വലൈക്കും. ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസുദ്ദീൻ. പിന്നെ ഞാനിന്ന് വണ്ടിയിലിരുന്നും കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ഇന്ന് വീട്ടിൽ നിന്ന് എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥലത്ത് നിർത്തി വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച. നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? നമ്മൾക്ക് സ്വത്തും മുതലും ഒന്നുമല്ല നമ്മുടെ സമ്പാദ്യങ്ങൾ. നമ്മുടെ സമ്പാദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ലോകത്തും പരലോകത്തും ഉയർച്ചയിലെത്തണം, അല്ല? അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ മക്കൾ എങ്ങനെ ഉയർച്ചയിലെത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ മാതാപിതാക്കളിൽ നിന്നാണ് മക്കളെല്ലാവരും കണ്ടുപഠിക്കുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കൾ നന്നായാൽ മാത്രമാണ് നമ്മുടെ മക്കൾ നന്നാവുക. നമ്മൾ മക്കൾ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ വലുതാകുമ്പം കള്ളുകുടിയനായിട്ടും പെണ്ണുപിടിയനായിട്ടും ഡ്രഗ്സിലും അതിലും ഇതിലൊക്കെ പെടുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്ന നമ്മൾ ഗർഭിണിയാകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഗർഭിണി ആവണതിൻ്റെ മുന്നേ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ഇതൊന്ന് ദുആ ചെയ്യണം. അള്ളാഹു എനിക്ക് തരുന്ന കുട്ടീനെ ഹലോകത്തേക്കും പരലോകത്തേക്കും കണ്ണിനും കരളിനും കുളിർമയേകുന്ന കുഞ്ഞിനെ തരണേ അല്ലാ എന്നാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇഹലോകത്തും പരലോകത്തും നാടിനും വീടിനും കുടുംബത്തിനും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കുഞ്ഞിനെ നീ തരണം. ദീനി ആയിട്ടുള്ളൊരു കുഞ്ഞിനെ തരണം. അല്ലാണ്ട് എനിക്ക് എൻ്റെ മക്കളെ ഡോക്ടറാക്കണം, എൻജിനീയർ ആക്കണം എന്നല്ല. ആദ്യം ദുആ ചെയ്യണം. ആദ്യം നമ്മൾ നമ്മുടെ കുട്ടികളെ ദീനീപരമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല ഈ ഡോക്ടറും എൻജിനീയറും ഒക്കെ നമുക്ക് തരും. നമ്മുടെ മക്കൾ നമ്മുടെ പെരുമാറ്റം പോലെയാണ് നമ്മുടെ വീട്ടിലെ പെരുമാറ്റം, നമ്മളുടെ സ്വഭാവം പോലെയാണ് നമ്മുടെ മക്കളുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞ് നമുക്കൊരു മക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. അപ്പോഴേ തുടങ്ങണം നമ്മൾ ദുആ. നമുക്കൊരുപാട് ദുആ ഉണ്ട് മക്കൾ ഉയർച്ചയിലെത്താൻ വേണ്ടി. അപ്പോൾ ഒരു ഉപ്പാക്ക് ചിലപ്പോൾ പക്ഷേ സമയം ഉണ്ടാകില്ലായിരിക്കും. ഉപ്പ തിരക്ക് പിടിച്ച് ഇപ്പോൾ വീട്ടിലിരിക്കുന്നൊരു ഉമ്മയാണെങ്കിലും ഇനി ജോലിക്ക് പോകുന്നൊരു ഉമ്മയാണെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം ദുആക്ക് വേണ്ടിയിട്ട്. പിന്നെ ഓരോ വക്തിലും അള്ളാഹുവിനോട് സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് പറയണം അള്ളാഹുവിനോട് പറയണം നിങ്ങൾ, അള്ളാഹുവേ എനിക്ക് തരുന്ന ഈ കുഞ്ഞിനെ ഹൈറാക്കി തരണേനാഥ. ഷെറായൊരു കുഞ്ഞിനെ എനിക്ക് ഇനി തരല്ലേ റബ്ബേ. ഷെറാണെങ്കിൽ ഇത് ജനിക്കാൻ പോകുന്ന ഷെറാണെങ്കിൽ നീ അത് എടുത്ത് കളയി, എനിക്ക് വേണ്ടാന്ന് തന്നെ ദുആ ചെയ്യണം. അപ്പോൾ ഹൈറായൊരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു തരുന്നത് ഹൈറായിരിക്കും. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾക്ക് അള്ളാഹു എല്ലാം തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് തന്നു കഴിഞ്ഞാൽ അതൊരു പരിശുദ്ധമായൊരു കുഞ്ഞായിരിക്കും. ഏത് മതത്തിലാണ് ആ കുഞ്ഞിന്, ക്രിസ്ത്യൻ മതത്തിലാണെങ്കിൽ ആ കുട്ടി ക്രിസ്ത്യൻ ആചാരമായിരിക്കും, മുസ്ലിം മതത്തിലാണെങ്കിൽ മുസ്ലിം ആചാരമായിരിക്കും, ഹിന്ദു മതത്തിലാണെങ്കിൽ ഹിന്ദുസ് ആചാരമായിരിക്കും. അപ്പോൾ ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പം ആ പ്രാർത്ഥനയോടുകൂടി വളർത്തും. എന്നുവെച്ചാൽ ക്രിസ്ത്യൻസിലും ഒരുപാട് പ്രാർത്ഥനയുണ്ട്, മുസ്ലിങ്ങളിലും ഒരു പ്രാർത്ഥനയുണ്ട്, ഹിന്ദുസിലും ഉണ്ട് പ്രാർത്ഥന. അപ്പം നമ്മൾ ശരിക്കും ഒരു ഹിന്ദുസിൻ്റെ വീട്ടിൽ നിന്ന് പോയി നോക്കി, രാവിലെ ഒരു 4 മണിക്ക് അവരുടെ വീട്ടിലെ മുത്തശ്ശിമാർ വിളക്ക് കൊളുത്തി ഇതാക്കി ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ അമ്പലത്തിലൊക്കെ പോകും. ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിരിക്കണം, എന്ത് നല്ല മക്കളായിരിക്കുന്നത്. അവരുടെ മുഖം ഐശ്വര്യം ഉണ്ടാവും. ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടും അവർ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും അവരുടെ കുഞ്ഞുങ്ങളും നന്നായിട്ടിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മളും 5 നേരം ദുആ ചെയ്ത് തഹജ്ജുദ് നമസ്കരിച്ച് നമ്മളും ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിരിക്കും. നമ്മളെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അത് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളിലേക്ക് അത് കടക്കാൻ പാടില്ല. അവർ കടന്നു കഴിഞ്ഞാൽ അവർക്ക് മാനസിക വിഷമം വരും. അപ്പോൾ അവർ പുറത്ത് ഫ്രണ്ടിനെ പോയി തേടും. അങ്ങനെയൊക്കെയാണ്. വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ വീട്ടിലെപ്പോഴും നമ്മൾ നല്ലൊരു സമാധാന അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ നമ്മുടെ മക്കൾ, ഞാൻ ചെറുതാക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്, നമ്മുടെ മക്കളെ ഉയർച്ചയിലെത്തുവാൻ വേണ്ടി നമുക്കൊരുപാട് ദുആ പറഞ്ഞിട്ടുണ്ട്. ആ ദുആകൾ നമ്മൾ ചെല്ലുക നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ തിരക്കിട്ട് പിടിച്ച എല്ലാ പണികളും ചെയ്യുമ്പോൾ
ആ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് അസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ കുഞ്ഞിനെ ഞാൻ നിന്നിലാണ് തവക്കൽ ചെയ്യുന്നത്, നീ തന്ന കുഞ്ഞാണ്, ഞാൻ നിന്നിലേക്ക് തവക്കൽ ചെയ്യുന്നു. അതുപോലെ തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അങ്ങനെ കുറേ കുട്ടികൾക്കുള്ള ഒരുപാട് നല്ല നല്ല ദിക്റുകളും ദുആകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയ്യത്തി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലയിൽ നിന്ന് കൈവച്ച് നമ്മൾ ഫാത്തിഹ ചൊല്ലി റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്തും ചൊല്ലിയിട്ട് അവനെ പറഞ്ഞേക്കാം. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ അസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ. എന്നിട്ട് വീട്ടമ്മമാരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ 9 മണിക്ക് ളുഹാ നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കും. ഒളു എടുത്ത് കഴിയുമ്പോൾ ആ ളുഹായിൽ അള്ളാഹുവിനോട് ഇരുന്ന് ദുആ ചെയ്യുക. റബ്ബേ, എൻ്റെ കുഞ്ഞ് പുറത്ത് പോയിട്ട് നിന്നിൽ തവക്കൽ ചെയ്ത് ഞാൻ പറഞ്ഞയച്ചിരിക്കണം, എൻ്റെ കുഞ്ഞിനെ വഴിയിൽ നിന്ന് ഇബ്ലീസിൻ്റെ അടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുത്തണേനാഥാ. അങ്ങനെ ദുആ ചെയ്ത് മക്കളെ വളർത്തി വെക്കി. നമ്മുടെ മക്കൾ നമുക്ക് കണ്ണിനും കരളിനും കുളിർമയുള്ള മക്കളാക്കി തരും. ഞാൻ പറയാൻ കാരണം, ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ എൻ്റെ മക്കളുടെ ഉപ്പ ചെറിയ പ്രായത്തിൽ മരിച്ചവർ, ഞങ്ങൾ രണ്ടുപേരും നല്ല ദീനിയായിട്ടാണ് വളർത്തിയിരുന്നത്. അപ്പോൾ അവരുടെ നല്ല ചെറിയ കുഞ്ഞു പ്രായത്തിൽ വെച്ചാൽ മൂത്ത മോന് 20 വയസ്സ്, രണ്ടാമത്തെ മോന് 17 വയസ്സ്, മൂന്നാമത്തെ മോന് ഒരു 13-14 വയസ്സൊക്കെയുള്ള ആ സമയത്ത് മരിച്ചു പോയപ്പോൾ ഞാൻ ആദ്യം തന്നെ മരിച്ചു പോയപ്പോൾ ഇന്നാലില്ലായോ ഇന്നാലേ റാജീവ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലേക്ക് ചിന്തിച്ച റബ്ബേ, എൻ്റെ മക്കളെ ഇനി ഞാൻ ഒറ്റയ്ക്കല്ലേ നയിച്ചു കൊണ്ടുപോവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് റബ്ബേ, നീ എനിക്കുള്ള ശക്തി താ, ഞാൻ നിന്നിലാണ് എൻ്റെ മക്കളെ തവക്കൽ ചെയ്യുന്നത്. അപ്പം നീ എൻ്റെ മക്കൾക്ക് അതത് കാര്യങ്ങൾ അപ്പളപ്പം മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ മക്കൾ തഹജ്ജുദിൽ നമസ്കരിച്ച് ദുആ ചെയ്ത്, നമ്മുടെ മാതാപിതാക്കൾ രാവിലെ എഴുന്നേൽക്കുന്നതും നമ്മൾ ഖുർആൻ ഓതുന്നതും നമ്മൾ ദുആ ചെയ്യുന്നതും നമ്മൾ നമസ്കരിക്കുന്നതും ഒക്കെ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ പെരുമാറ്റ രീതി, നമ്മുടെ വീട്ടിലുള്ളവരോട് നന്നായിട്ട് സൗമ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ വീട്ടിലുള്ള ഭർത്താവിനെ അനുസരിക്കുക, ഭാര്യ പറഞ്ഞത് അംഗീകരിക്കുക. ഇതൊക്കെ കാണുമ്പോഴാണ് മക്കളിൽ അവർ നാളെ കല്യാണം കഴിച്ച് വരുമ്പോൾ അവർ ഭാര്യമാരോട് റെസ്പെക്റ്റ് ചെയ്യുള്ളൂ, അവർ നന്നായിട്ട് സംസാരിക്കും. നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് കഴിഞ്ഞാൽ ഈ സ്വഭാവമായിരിക്കും നമ്മുടെ മക്കളിൽ. പിന്നെ നമ്മളെ മക്കൾ വലുതായിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ അവരെ ശപിച്ചിട്ടോ ഒന്നും കാര്യം ഉണ്ടാകില്ല. നമ്മളിൽ നിന്നാണ് അവർ പാഠം പഠിക്കേണ്ടത്. അപ്പം നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അവരില്ലാത്ത സമയത്ത് നമ്മൾ പറഞ്ഞ് തീർക്കുക, അതാണ് വേണ്ടത്. പിന്നെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ മാതാപിതാക്കളോടായാലും എല്ലാവരോടും നന്നായിട്ട് വരും. നമ്മളോട് ചിലപ്പോൾ ഒരു കടിച്ച് കീറിയിട്ടൊക്കെ ഒരു പെരുമാറുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യുക, അള്ളാഹുവിനോട് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി പറയുക. നമ്മൾ തിരിച്ച് പറയാൻ നിൽക്കണം. സഹികെട്ട നമ്മളെല്ലാവരും പറയുന്നത്, പക്ഷെ കഴിയുന്നിടത്തോളം നമ്മൾ ക്ഷമയോടുകൂടി പോവുക. അത് നമ്മളെ കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ നാളെ വളരുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർ നന്നായിട്ട് നല്ല സ്വഭാവത്തോടു കൂടി അവരുടെ ഡ്രസ്സുകളൊക്കെ ഊരി വയ്ക്കാൻ പറയുക, അത് വൃത്തിയിൽ കൊണ്ടുവയ്ക്കേണ്ട ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ പറയുക. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരോട് പറയുക വന്ന് മെയിൽ കഴുകി കൊടുത്തിട്ട് നമ്മൾ മുസല്ല വിരിച്ചവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ എന്തായാലും മുസല്ല മടക്കി വയ്ക്കില്ല, അവർ നിസ്കരിക്കും. അങ്ങനെ കുട്ടികളെ ചെറുപ്പത്തിലേ ഇങ്ങനെ ആ ഒരു ശീലം കുട്ടികളിൽ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ നമുക്ക് കണ്ണിനും കരളിനും കുളിർമയോ, അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ദിക്ർ ചെല്ലുക. റസൂലുള്ളാഹിൻ്റെ പേരിലേക്ക് സലാത്ത് ചെല്ലുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യും. എന്ത് കാര്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അള്ളാഹ്ക്ക് തവക്കൽ ചെയ്തും കൊണ്ട് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹൈറാവുള്ളൂ. നല്ല ഹൈറായ മക്കളെ നമുക്ക് അള്ളാഹ് തരുള്ളൂ. അപ്പം എല്ലാവരും മക്കൾക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യുക. മക്കൾക്കുള്ള ഞാൻ പറഞ്ഞ ആ ദുആകൾ നന്നായിട്ട് ചെല്ലുക, ഖുർആൻ ഓതുക, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തഹജ്ജുദ് നമസ്കരിക്കുക. നമ്മുടെ കൂടെ അവരെ നിസ്കരിക്കാൻ നിർത്തുമ്പോൾ നമ്മൾ ശരിക്ക് സുജൂദിൽ കിടന്ന് കരയുമ്പോൾ അള്ളാഹിനോട് നമ്മൾ കിടന്ന് കരഞ്ഞ് പറയുക അള്ളാഹിനോട്. അള്ളാഹ് എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ഒരടി വെക്കുമ്പോഴത്തേക്കും 2 അടി വെക്കുമ്പോഴത്തേക്കും അള്ളാഹ് നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും. നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും
ഒരു തഹജൂദ് ശീലാക്കുക. തഹജൂദ് ശീലാക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ മക്കൾക്കത് കണ്ട് മനസ്സിലാക്കും. അവർക്കത് ഇല്ലാണ്ട് പിന്നെ ജീവിക്കാൻ കഴിയാതാവും. തഹജൂദ് വേണം, നമസ്കാരം വേണം. അപ്പോൾ നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോഴും ഇരിക്കുകയൊക്കെ എന്താണ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. റസൂലുള്ളാഹിൻ്റെ ഓരോ ചര്യകൾ, അതുപോലെ തന്നെ കഥകൾ, എന്താണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിൽ മറ്റുള്ളവരോട് ഒരു പാവം തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് വൃദ്ധസദനങ്ങളിലും അതുപോലെ തന്നെ എത്തീം ഗാനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. അതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് കരുണ എന്ന സാധനം ഒഴുകിയെത്തും. അപ്പോൾ അവർക്കത് വലുതാകുമ്പോൾ അവർക്കത് കരുണയുടെ ഹൃദയം അല്ല കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അവർ സക്കാത്ത് കൊടുക്കും. നമുക്ക് സക്കാത്ത് കൊടുത്ത് അവരുടെ മുന്നിൽ തന്നെ സക്കാത്ത് നമ്മളിപ്പോൾ ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്ന കാശുണ്ടല്ലോ, എന്തിനീ ബർത്ത്ഡേ ആഘോഷിച്ച് കളയേണ്ട ആവശ്യമില്ല. ആ കാശുണ്ടെങ്കിൽ ആ ദിവസം നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട 2 റക്അത്ത് നഫിൽ നിസ്കരിച്ച് അവരുടെ കയ്യിൽ സദക്ക കൊടുക്കുക. നീ കൊണ്ടുപോയിട്ട് പാവങ്ങൾക്ക് കൊടുത്തിട്ട് വാ. അല്ലാണ്ട് സ്കൂളിൽ മിഠായി വിതരണം വിളമ്പാനും വീട്ടിൽ കേക്ക് ഉണ്ടാക്കാനോ അതിന് എത്രയോ സംഖ്യ നമ്മൾ കളയുന്നതൊക്കെ നമ്മുടെ മക്കൾ കാണുമ്പോൾ ഇത് തന്നെയാണ് നമ്മളെ മക്കൾ പഠിച്ചു വരുന്നത്. അള്ളാഹിൻ്റെ ബർക്കത്ത് അവിടെ ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിലും ആയുസ്സിലും സ്വഭാവത്തിലും ബർക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുക. അപ്പോഴേ ഉണ്ടാവും. നമ്മൾ കുറേ കേക്ക് മുറിച്ച് പാട്ട് പാടി കൈകൊട്ടി എന്താണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നുവെച്ചാൽ അതിലും നല്ലത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു ഇതാണ് വേണ്ടത് മോനെ. നമ്മൾ ഈ ചിലവാക്കുന്ന പൈസ എത്രയോ പാവങ്ങൾ മരുന്ന് വാങ്ങാനില്ലാതെ കിടക്കുന്ന എത്തിമക്കളിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഈ പൈസ ചെറുപ്പത്തിലേ കുട്ടികളോടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം നമ്മൾ കേക്ക് വാങ്ങണ പൈസ ഒരു 1000-1500 രൂപ കേക്ക് വാങ്ങണ പൈസ, പിന്നെ ബിരിയാണി, നെയ്ച്ചോറ് അതൊന്നും വെക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ ബർത്ത്ഡേയുടെ ദിവസം വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ദിവസം അവർക്കൊരു ബിരിയാണി വെച്ച് കൊടുക്കുക. ആ ദിവസം അവരോട് പറയാം നഫിൽ നിസ്കരിക്കുക എന്നറിയാം. നഫിൽ നിസ്കരിച്ചിട്ട് അത് ചെയ്ത് സദക്ക കൊടുത്ത് ശീലിപ്പിക്കുക. അപ്പോൾ അവരത് ശീലമായിട്ട് വരും. അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ബർത്ത്ഡേൻ്റെ ഡേറ്റേ ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പോൾ നമ്മളെല്ലതും കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾ നല്ല അനുസരണശീലമുള്ള നല്ല മക്കളായിട്ട് വരും. ഞാൻ കൂടുതൽ ഇതിനകത്ത് പറയാൻ പറ്റില്ല, കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയിട്ട് പോകും. അപ്പം വേറൊരു ഭാഗത്ത് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞ ദുആകളൊക്കെ നന്നായിട്ട് ചെല്ലുക. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ 2 നേരം രാവിലെ സുബൈക്കും ഖുർആൻ ഓതുക, മഗ്‌രിബിനും ഖുർആൻ ഓതുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ എപ്പോഴും ചെല്ലുക. അപ്പം സുജൂദിലും ഒക്കെ ദുആ ചെയ്യണം. സുജൂദിൽ അള്ളാഹിനോട് ദുആ ചെയ്ത നല്ല പൊന്നു പോലത്തെ നല്ല തങ്കക്കുടങ്ങളായ മക്കളായിട്ട് വളരും നമ്മുടെ മക്കൾ. അപ്പോൾ ഓക്കെ, ബായ്, എല്ലാവരും ചെല്ലണേ. ഓക്കെ, ബായ്, താങ്ക് യു.